സോഷ്യലിസ്റ്റുകളൊക്കെ പറഞ്ഞ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്, ഹ്യൂമൻ ഇൻഡിവിജ്വൽ ഒരു കൺസ്ട്രക്റ്റാണ് എന്ന ആശയം. ആ ആശയം കേസരി ഫ്രോയിഡിൽ നിന്ന് വായിച്ചെടുത്തതോടെ വ്യക്തി എന്നുള്ള കേന്ദ്ര സങ്കല്പത്തെ അദ്ദേഹം തൻ്റെ കലാചർച്ചയിൽ നിന്ന് ഒഴിവാക്കി. അതോടെ പ്രതിഭയുടെ പ്രകാശനമായ കല തുടങ്ങിയ ആശയങ്ങളൊക്കെ കേസരിക്ക് തീർത്തും അപ്രസക്തമായി. അതുപോലെ തന്നെ മതാത്മകമായ കേവല സത്യസങ്കല്പത്തെയും കേസരി ഉപേക്ഷിച്ചു. കേസരി അവിടെ എഴുതുന്നൊരു വാക്യമുണ്ട്, സത്യമെന്ന വാക്കിന് പകരം സത്യമെന്ന് തോന്നിക്കുന്നത്, സത്യമെന്ന് പറയാവുന്നത്, സത്യമെന്ന പ്രതീതി ഉളവാക്കുന്നത് എന്നൊക്കെയേ വാസ്തവത്തിൽ പറഞ്ഞുകൂടും. എസ് കെ നായരുടെ കലാചിന്തകൾക്ക് എഴുതിയ പഠനത്തിലാണ് കേസരി ഇത് പറയുന്നത്. സത്യമെന്ന് തോന്നിക്കുന്നത്, കേവല സത്യം ഒന്നും ഇല്ലാതായിരിക്കുന്നു. തുടർന്നൊരു പരിഹാസമുണ്ട്, യൂറോപ്പിൽ ബർട്രാൻഡ് റസലും ഭാരതത്തിലെ കുറേ ചിന്തകന്മാരും മാത്രമാണ് സത്യത്തിൻ്റെ കൊടിക്കൂറയുമായി യുദ്ധത്തിനിറങ്ങിയിട്ടുള്ളത്, അവർ നിശ്ചയമായും പരാജയപ്പെടും എന്നും കേസരി അവിടെ എഴുതുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ അർത്ഥം കേസരി ഒരു പാശ്ചാത്യവാദിയായിരുന്നു എന്നൊന്നുമല്ല. ഫ്രോയിഡിനെ ഇത്രയേറെ ആദരിച്ചപ്പോഴും ഫ്രോയിഡിൻ്റെ പരിമിതികളെക്കുറിച്ച് 1943 എഴുതിയ കലയും കാമവും എന്ന പ്രബന്ധത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. ഏകലോകം എന്ന ആശയത്തിൻ്റെ വലിയ വക്താവായി ജീവിതകാലം മുഴുവൻ ജീവിച്ചപ്പോഴും വെൻഡൻ വിൽക്കി എഴുതിയ ഏകലോകം എന്ന പുസ്തകത്തെ അദ്ദേഹം നിരസിക്കുന്നുണ്ട്. രതി സാമ്രാജ്യ നിരൂപണത്തിൽ നാലപ്പാടൻ്റെ രതി സാമ്രാജ്യത്തെക്കുറിച്ചുള്ള കേസരിയുടെ നിരൂപണം വായിച്ചാൽ 12ഓളം പേജുകളിൽ അതിവിശദമായിട്ടാണ്. ഒരു പുസ്തക നിരൂപണം ഇത്രയാകുമോ എന്ന് നമുക്ക് അത്ഭുതം തോന്നുന്ന മട്ടിൽ ഓരോ ആശയങ്ങളും അദ്ദേഹം എവിടെ നിന്ന് എടുത്തതാണ് നാലപ്പാടൻ, അതിൻ്റെ പൊരുളെന്താണ്, നാലപ്പാടന് മനസ്സിലായതിലുള്ള വീഴ്ച എന്താണ് എന്ന് വരെ അതിൽ എഴുതുന്നുണ്ട്. അവിടെ കേസരി എഴുതുന്നുണ്ട്, ഒരു വിവരണ ഗ്രന്ഥകാരനായ ഹാവ്ലോക്ക് എല്ലിസിന് മൗലിക ചിന്തകനായ ഫ്രോയിഡിനേക്കാൾ കവിഞ്ഞ പ്രാധാന്യം കൊടുത്തതാണ് നാലപ്പാടൻ്റെ തകരാറ് എന്നെഴുതുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം ഈ ക്രൈസ്തവ സദാചാരത്തിൻ്റെ വഴി പിന്തുടർന്ന് ഗർഭനിരോധനത്തിനെതിരെ നാലപ്പാടൻ ആൽഡസ് ഹക്സ്ലി പറയുന്നത് നാലപ്പാടൻ അതേപടി പിന്തുടരേണ്ട ഒരു കാര്യവുമില്ല, അത് യൂറോപ്യൻ ക്രൈസ്തവ സദാചാരം ഉണ്ടാക്കിയ ഒരു കാഴ്ചപ്പാടാണ്, ഇന്ത്യക്കാരങ്ങനെ കരുതിയിട്ടില്ല. ഇന്ത്യക്കാർക്ക് ഗർഭനിയന്ത്രണം എന്നത്, സന്താന നിയന്ത്രണം എന്നത് ഒരു തെറ്റായിരുന്നില്ല എന്നതിന് ഉദാഹരണമായിട്ട് കേസരി കൊണ്ടുവരുന്ന തെളിവ് ബൃഹദാരണ്യകോപനിഷത്തിൽ നിന്നാണ്. നിങ്ങൾക്ക് ബൃഹദാരണ്യകോപനിഷത്തിൽ നിന്ന് സന്താന നിയന്ത്രണത്തിന് തെളിവ് കൊണ്ടുവരുന്ന മറ്റൊരു സന്ദർഭവും നമ്മുടെ ചിന്താചരിത്രത്തിൽ കാണാൻ പറ്റില്ല. കേസരി അത് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ലൈംഗികത എന്ന് പറയുന്നത് മനുഷ്യരുടെ രസാനുഭവത്തിൻ്റെ ഒരു മണ്ഡലമാണ്, സന്താനോൽപാദനത്തിനുള്ള വഴിയല്ല. അങ്ങനെ പറയുന്ന ഗാന്ധിജിയൊക്കെ മനുഷ്യരെ അങ്ങേയറ്റം തെറ്റായ വഴിക്കാണ് നയിക്കുന്നത് എന്ന് ഒരു മടിയുമില്ലാതെ കേസരി നിരന്തരം ഗാന്ധിജി എതിർക്കുന്നതിൻ്റെ ഒരു കാരണം അദ്ദേഹത്തിൻ്റെ ഈ വിരക്തി മാർഗമാണ്. ആ വിരക്തി ഒരു നിലയ്ക്കും ഒരു സമൂഹത്തിന് സ്വീകാര്യമല്ല. ഒറ്റക്കൊരാൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇഡിയോസിൻക്രസിയുടെ ഭാഗമായിട്ട് അതൊക്കെ ചെയ്യാമെന്നല്ലാതെ രത്യാത്മകതയെയും അനുഭൂതി ലോകങ്ങളെയും ഒരു സമുദായം ഒരു നിലയ്ക്ക് നിരസിച്ചുകൂടാ എന്നാണ് കേസരി എഴുതുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ടാഗോറിനെ സ്വീകരിച്ചതിൻ്റെ സന്ദർഭം ഒക്കെ കൗതുകമുള്ളൊരു കാര്യം കൂടിയുണ്ട്. ദുരവസ്ഥയെക്കുറിച്ചും ചണ്ടാല ഭിക്ഷുകിയെക്കുറിച്ചും എഴുതുന്നുണ്ട് കേസരി. ആശാൻ്റെ ഏറ്റവും മികച്ച കൃതികൾ ദുരവസ്ഥയും ചണ്ടാല ഭിക്ഷുകിയുമാണ് എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ദുരവസ്ഥയേക്കാൾ മെച്ചപ്പെട്ടത് ചണ്ടാല ഭിക്ഷുകിയാണ് എന്ന് പറയുന്നുണ്ട്. അതിന് 2-3 കാരണങ്ങളാണ്. അതൊക്കെ ഇന്ന് വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഒന്ന്, കേസരി പറയുന്നത് ദുരവസ്ഥയിലേത് സങ്കുചിതമായൊരു ഹൈന്ദവ വീക്ഷണമാണ്. രണ്ടാമത്തേത്, മലബാറിലെ കലാപത്തിൻ്റെ പിന്നിലുള്ള അടിസ്ഥാന സാമ്പത്തിക ഘടകങ്ങളെ ആശാൻ ആ കവിതയിൽ സ്പർശിച്ചിട്ടേയില്ല. നോക്കൂ, EMSൻ്റെ ആഹ്വാനവും താക്കീതും വരുന്നതിന് മുമ്പാണ്. ഇതൊരു കാർഷിക പ്രശ്നമാണെന്നും ഒരു സാമ്പത്തിക വൈരുദ്ധ്യമാണ് മലബാർ കലാപത്തിൻ്റെ വേരെന്നും അതൊട്ടും കാണാതെ അതിനെ മതപ്രശ്നമായി പരിഗണിക്കുകയാണ് ആശാൻ ചെയ്തത്. അത് ഒരു വിഭാഗീയ വീക്ഷണമാണ് എന്നും കേസരി അതിലെഴുതുന്നുണ്ട്. ചണ്ടാല ഭിക്ഷുകിയുടെ മഹിമ എഴുതുന്ന സമയത്ത് കേസരി എഴുതുന്ന വാക്യം, ഒരു കാര്യം, അതിൽ ചണ്ടാല എന്ന ശബ്ദം അതൊരു സിമ്പലാണ്. അത് നാനാജാതി മതസ്ഥരായ തൊഴിലാളികളെയും അടിച്ചമർത്തപ്പെട്ടവരെയും മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ്. ആ
ആ ചണ്ടാല പദത്തിലൂടെ മർദ്ദിതരുടെ കീഴാളതയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ആ കവിതയിൽ ആശാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ചണ്ടാല ഭിക്ഷുകിയാണ് ആശാൻ്റെ മികച്ച കവിതയായിട്ട് കാണേണ്ടത് എന്ന് അദ്ദേഹം പറയുകയും ഇനി വരാനിരിക്കുന്ന കീഴാള ജനതയുടെ സാഹിത്യത്തിൻ്റെ ആദ്യ മാതൃകകളിലൊന്നായിട്ട് ചണ്ടാല ഭിക്ഷുകിയെ അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ കൗതുകമുള്ളൊരു നിരീക്ഷണം കൂടിയുണ്ട്. ആശാൻ മതപരിവർത്തനത്തിനെതിരായിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിലും ആശാൻ്റെ വ്യക്തിപരമായ സൂചന നോക്കിയാൽ അദ്ദേഹം ആദ്യകാലത്തെ ഹീനയാനത്തിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ എല്ലാ നിലയിലും സന്നദ്ധനായ ഒരാളായിരുന്നു. SNDP യോഗത്തിൻ്റെ സെക്രട്ടറിയും അതിൻ്റെ ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ് ആശാൻ അത് ചെയ്യാത്തത് എന്നാണ് കേസരിയുടെ നിരീക്ഷണം. അതായത് ഒരു വ്യക്തിയിൽ രണ്ടാളുണ്ടെന്നും ആശാൻ്റെ വൈകാരിക ഭാവുകത്വം ബുദ്ധമതത്തിലേക്ക് പരിവർത്തനപ്പെടാൻ സജ്ജമായ ഒന്നാണെന്നും ആ പരിവർത്തനത്തിനെ അദ്ദേഹം മതപരിവർത്തന രസവാദം കൊണ്ട് നേരിടുന്നത് വാസ്തവത്തിൽ നാരായണഗുരു പാരമ്പര്യവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സമുദായ പ്രവർത്തന പാരമ്പര്യവും തമ്മിൽ ഉള്ള സംഘർഷം കൊണ്ടാണ്. ഈ സംഘർഷം ആശാൻ കവിതയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ആശാൻ കേസരി പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്താണ് കേസരിയുടെ സാഹിത്യകലാ ദർശനത്തിൻ്റെ കാതൽ എന്ന് ചോദിച്ചാൽ ആ കാതൽ കേസരി തന്നെ നവലോകത്തിൻ്റെ ആമുഖത്തിൽ തന്നെക്കുറിച്ച് നൽകുന്ന ഒരു വിശദീകരണമുണ്ട്. ആസന്നമായ നവലോകത്തെ കേരളത്തിലേക്ക് ആനയിക്കാൻ ശ്രമിച്ച സംക്രമ ചിന്തകരിൽ ഒരാളായിട്ടാണ് ഭാവി ലോകം തന്നെ വിലയിരുത്താൻ സാധ്യതയുള്ളത് എന്ന് കേസരി എഴുതുന്നു. എന്താ ഈ സംക്രമ ചിന്ത? ഒരിടത്ത് നിൽക്കാതെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ ഒരു ഫൽക്രം, ആ പരിവർത്തനത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് സ്വയം നിലകൊള്ളുക, ഒരു പ്രവാഹമായി നിൽക്കുക, ഒരു നിശ്ചിത സ്ഥാനമായിട്ടല്ല ഒരു പ്രവാഹഗതിയായിട്ട് നിൽക്കുക. കേസരി എന്തിൽ നിന്ന് എന്തിലേക്കാണ് സംക്രമിച്ചത് എന്ന് ചോദിച്ചാൽ പത്രപ്രവർത്തനത്തിൽ അദ്ദേഹം ജ്ഞാനോദയത്തിൻ്റെയും ആധുനിക യുക്തിബോധത്തിൻ്റെയും ശാസ്ത്രീയതയുടെയും ഒക്കെ പ്രതിനിധിയായിട്ടാണ് അടിയുറച്ചു നിന്നതെങ്കിൽ ആ ലോകബോധത്തിൻ്റെ അകത്തുള്ള വൈരുദ്ധ്യങ്ങളെ കണ്ട്, ഈ ജ്ഞാനോദയത്തിനകത്തെ ഇരുട്ടുകളെ കണ്ട്, ആധുനിക മനുഷ്യൻ എന്ന സങ്കല്പത്തിൻ്റെ പരിമിതികളെ കണ്ട്, ശാസ്ത്രമുണ്ടാക്കുന്ന പുതിയ വൈരുദ്ധ്യങ്ങളെ കണ്ട്, ആ വൈരുദ്ധ്യങ്ങൾ കൂടി ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരനുഭവ സ്ഥലമാണ് കലയും സാഹിത്യവും എന്ന് പറഞ്ഞ് ആ കലയിലേക്കും സാഹിത്യത്തിലേക്കും ആളുകളെ ആനയിക്കുന്ന ഒരു ദൗത്യമാണ്, അതിലൂടെ കലയെ അഭിസംബോധന ചെയ്യുന്ന ഒരു ദൗത്യമാണ് കേസരി ചെയ്തത്. അതുകൊണ്ട് വാസ്തവത്തിൽ കേസരി കലയിലൂടെ തൻ്റെ കാലത്തിലെ അഗാധമായ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ചെയ്തത്. കേസരിയുടേത് കേവലമായ സാഹിത്യ നിരൂപണമല്ല, കലയെ മുൻനിർത്തിക്കൊണ്ട് തൻ്റെ കാലത്തെക്കുറിച്ചുള്ള അതിൻ്റെ ഗാഠമായ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചുള്ള ഒരു സമഗ്ര ചിന്തയാണ് വാസ്തവത്തിൽ കേസരി ആവിഷ്കരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കലാചിന്ത കലയെക്കുറിച്ചുള്ള ചിന്തയല്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അകമ്പൻ്റെ സമകാലികത എന്ന ആശയവുമായി കേസരിയെ ചേർത്ത് വയ്ക്കാനായിട്ട് ശ്രമിച്ചത്. കാരണം ഒരു സമകാലികൻ ചെയ്യുന്നത് തൻ്റെ കാലത്തിൻ്റെ വെളിച്ചത്തെ കാണുകയല്ല, തൻ്റെ കാലത്തിൻ്റെ പ്രകാശത്തോട് ചേർന്ന് നിൽക്കുക മാത്രമല്ല, അതിൻ്റെ പിളർപ്പിൽ കാലൂന്നുക, അതിൻ്റെ ഇരുട്ടിനെ കാണുക, ആ ഇരുട്ടിലൂടെ പുതിയ ലോകത്തിലേക്ക് നോക്കാനായിട്ട് ശ്രമിക്കുക. ഈ പരിവർത്തനത്തിൻ്റെ ബിന്ദുവിലാണ് കേസരി നിലകൊണ്ടത്. നിർഭാഗ്യവശാൽ ആ കാലത്തിന് അദ്ദേഹത്തെ ആ രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ കേസരിയുടെ പത്രാധിപത്യം സാർവത്രികമായി അഭിനന്ദിക്കപ്പെട്ടപ്പോഴും കേസരിയുടെ സാഹിത്യകലാ വിമർശനം മനസ്സിലാക്കപ്പെടാതെ പോയി. സ്ഥാനത്തും അസ്ഥാനത്തും പാശ്ചാത്യ പണ്ഡിതന്മാരെ ഉദ്ധരിക്കുന്ന പണ്ഡിതമന്യതയാണ് കേസരിയിലുള്ളത് എന്ന് സമീപകാലത്ത് പോലും വിമർശനം ഉണ്ടായി. സാഹിത്യകൃതികളുടെ ഹൃദയ രഹസ്യം മനസ്സിലാവാത്ത ഉണക്കശാസ്ത്രിയാണ് കേസരി എന്ന അക്കാലത്ത് ആക്ഷേപമുണ്ടായി. ലൈംഗിക ദുരാചാരങ്ങളെ, ജീർണതകളെ വാഴ്ത്തുന്ന ആളാണ് എന്ന് പറയുകയുണ്ടായി. ഇന്ദുചൂടൻ സോപ്പുകുമിള എന്ന് പറയുകയുണ്ടായി. ഊഷ്വ പണ്ഡിത മൂഢൻ എന്ന് വിമർശനം ഉണ്ടായി. അതിൽ പിന്നീട് EMS മാപ്പെല്ലാം പറഞ്ഞു കേട്ടോ. എങ്കിലും ആ കാലം കേസരിയെ മനസ്സിലാക്കിയത് ഇങ്ങനെയുള്ള വലിയ പരാധീനതകളുടെ നടുവിലാണ്. അതുകൊണ്ട് കേസരി ഒരു ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ പത്രാധിപരായിരുന്നപ്പോൾ തന്നെ മലയാളത്തിൽ ആദ്യത്തെ രാഷ്ട്രീയ ചിന്തകനായിരുന്നു എന്ന് മനസ്സിലാക്കപ്പെടാതെ പോയതുപോലെ കേസരി ഒരു സാഹിത്യകലാ നിരൂപണത്തിൽ വാസ്തവത്തിൽ കലയിലൂടെ ഒരു ലോക ചിന്തയുടെ പുതിയൊരു സന്ദർഭത്തെ അഭിമുഖീകരിക്കാനുള്ള അതിധീരമായ ശ്രമമായിരുന്നു കേസരി നടത്തിയത് എന്നത് ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ സാഹിത്യത്തെ അതിന് അദ്ദേഹം ആശ്രയിച്ച 3 വഴികളാണ് പ്രസ്ഥാന നിരൂപണത്തിൻ്റെയും ഫങ്ഷണലിസത്തിൻ്റെയും അതുപോലെ തന്നെ ബഹുവൈജ്ഞാനികതയുടെയും. കേസരിയുടെ ഏത് നിരൂപണം എടുത്തു നോക്കിയാലും
കേസരി ഈ വഴികളിലൂടെ ധാരാളമായി സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഒരു കലാപ്രവണത വികസിച്ചു വരുന്നതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രാദേശികതയിൽ സാർവദേശീയതയെ കാണുകയാണ് കേസരി ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ള ഒരു കലാശൈലിയെക്കുറിച്ച് പറയുമ്പോൾ അത് ചരിത്രാതീത കാലത്ത് എങ്ങനെ ആരംഭിച്ചു എന്ന് തുടങ്ങി ഇക്കാലം വരെയുള്ളതിൻ്റെ ഒരു വംശാവലിയെ കേസരി കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. ഞാൻ അതിൻ്റെ കൗതുകമുള്ള ഒരു ഉദാഹരണം എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി വായിക്കുകയാണ്. ഈ നോൺ റെപ്രസെൻറ്റേഷണൽ ആർട്ട്, അനുകരണാത്മകമല്ലാത്ത കല, അനനുകരണാത്മകം എന്നാണ് കേസരി അതിനെ വിളിക്കുന്നത്. രൂപങ്ങളെ അതുപോലെ ആവിഷ്കരിക്കുന്നതിന് പകരം രൂപങ്ങളെ സിംബോളിക്കായി ആവിഷ്കരിക്കുന്ന സമ്പ്രദായം, അതിന് അദ്ദേഹം കൊടുത്ത പേരാണ് അനുകരണാത്മകത്വം, നോൺ റെപ്രസെൻറ്റേഷണൽ. അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം എഴുതുന്ന ഒരു ഖണ്ഡിക, ദീർഘമായൊരു ഖണ്ഡികയാണ്. വാസ്തവത്തിൽ BC 2-ാം ശതാബ്ദത്തിൽ നാടുവാണിരുന്ന സുംഗ ചക്രവർത്തിമാരുടെ കാലം വരെ അനനുകരണാത്മകത്വം ഭാരതത്തിൽ കുറവായിരുന്നു. ഗുപ്ത ചക്രവർത്തിമാരുടെ കാലത്തിൻ്റെ അന്ത്യത്തോടെയാണ് അത് വർദ്ധിക്കാൻ തുടങ്ങിയത്. പിന്നീട് ആവിർഭവിച്ച ധ്വനിപ്രസ്ഥാനത്തോടെ അത് ക്രമത്തിലധികമായി. മുഗൾ ചക്രവർത്തിമാരുടെ കാലത്തെ ഭാരതീയ കലകളിൽ അനുകരണാത്മകത്വം തിരോധാനം ചെയ്തുവെങ്കിലും അവരുടെ കാലത്തിന് ശേഷം കമ്പനി ഭരണത്തോടെ അത് പഴയപടി വർദ്ധിക്കാൻ തുടങ്ങി. 1902 ആവിർഭവിച്ച ബംഗാളിലെ പുതിയ ചിത്രമെഴുത്ത് പ്രസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് ഗഗനേന്ദ്രനാഥ ടാഗോറിൻ്റെ ചിത്രങ്ങളിൽ അനനുകരണാത്മകത്വം പൊന്തിച്ചു നിൽക്കുന്നതായി കാണാം. ബംഗാളിലെ ഈ പുതിയ ചിത്രകലാ പ്രസ്ഥാനത്തിൻ്റെ സാങ്കേതിക മാർഗത്തിൽ ഹൈദരാബാദിലെ അജന്ത ഗുഹകളിലെ പ്രാചീന ഭിത്തിചിത്രങ്ങൾ, മുഗൾ ചിത്രകല, ജപ്പാനിലെയും ആധുനിക യൂറോപ്പിലെയും ചിത്രകലകൾ എന്നിവയുടെ സാങ്കേതിക മാർഗങ്ങളുടെ കലർപ്പ് കാണാമെങ്കിലും അജന്തയിലെ ഭിത്തിചിത്രങ്ങളിലുള്ള അനുകരണാത്മകത്വം അത് മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബംഗാളിലെ പുതിയ ചിത്രകലാ പ്രസ്ഥാനത്തിൽപ്പെട്ട ചിത്രങ്ങളിലെ മനുഷ്യർക്ക് രവിവർമ്മ ചിത്രങ്ങളിലെ മനുഷ്യരുടെ രൂപങ്ങൾ കാണുന്നില്ല എന്നുള്ള ബഹുജനങ്ങളുടെ അഭിപ്രായത്തിന് കാരണം അവയിൽ അനനുകരണാത്മകത്വം കുറേ അധികമായി നിലകൊള്ളുന്നതാകുന്നു. നോൺ റെപ്രസെൻറ്റേഷണൽ ആർട്ട് എങ്ങനെയാണ് കണ്ടംപററി ചിത്രങ്ങളിൽ വരുന്നത് എന്ന് കേസരി സംസാരിച്ചു തുടങ്ങുമ്പോൾ BC 2-ാം ശതകത്തിൽ മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം സുംഗഭരണത്തിൻ്റെ കാലം മുതൽ നമ്മുടെ കലയിലുള്ള റെപ്രസെൻറ്റേഷൻ്റെയും നോൺ റെപ്രസെൻറ്റേഷൻ്റെയും ഏറ്റിറക്കങ്ങളിലൂടെ സഞ്ചരിച്ച് അതിനെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ ദശ വരെ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് കേസരി നോൺ റെപ്രസെൻറ്റേഷനെ കുറിച്ച് പറയുന്നത്. ഇത്രയും ആഴത്തിൽ ചരിത്രപരമായിട്ടാണ് കേസരി കലയിൽ പ്രവർത്തിച്ചത് എന്നതുകൊണ്ട് കേസരി അക്കാലത്തിന് തീർത്തും അഭിഗമ്യമല്ലാത്ത ഒരു ചിന്തയുടെ സ്ഥാനമായി. നവീന ചിത്രകലയുടെ ആമുഖവാക്യം, അവതാരികയുടെ ആദ്യ വാക്യത്തിൽ വിജയൻ മാഷ് എഴുതുന്നത് 50 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ഈ ഗ്രന്ഥം ഇപ്പോഴും വളരെ പുതിയതായിരിക്കുന്നു എന്നതിനർത്ഥം കേസരി വളരെ വേഗത്തിൽ നടന്നു എന്ന് മാത്രമല്ല, നമ്മൾ അത്ര പതുക്കെയാണ് നടക്കുന്നത് എന്നതുകൂടിയാണ്. ആ വാക്യം എഴുതിയിട്ടും ഇപ്പോൾ 20-30 വർഷം കഴിഞ്ഞു. ഈ പതുക്കെയുള്ള നടപ്പിന് വാസ്തവത്തിൽ വലിയ കുറവൊന്നും വന്നിട്ടില്ല എന്ന് ഓർമ്മിക്കാൻ കേസരിയുടെ ഓർമ്മ നമ്മെ സഹായിച്ചേക്കും എന്നാണ് ഞാൻ കരുതുന്നത്. നമസ്കാരം. ചടങ്ങിനെ